തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിൽ ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ച് ജനപ്രതിനിധികളും നാട്ടുകാരും. വേളി പൊഴി സമയബന്ധിതമായി മുറിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ആരോപണം. പൊഴി മുറിക്കുന്നതിൽ ജലസേചന വകുപ്പിന് ഗുരുതരമായ അനാസ്ഥയുണ്ടായെന്ന് MLA കടകംപള്ളി സുരേന്ദ്രൻ 24നോട് പറഞ്ഞു. കരാറുകാരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നഗര റോഡുകളിൽ നിന്ന് വെള്ളമിറങ്ങിപ്പോയെങ്കിലും ജനവാസ മേഖലകൾ ഉൾപ്പെടുന്ന താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. കരിക്കകം, ചാക്ക, കരിമഠം കോളനി, യമുന നഗർ തുടങ്ങി 14 ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. ആമയിഴഞ്ചാൻ തോടും പാർവതി പുത്തനാറും കരകവിഞ്ഞൊഴുകി. വീടുകളിലേക്കും കടകളിലേക്കും ജലം വന്നു നിറഞ്ഞു. വേളി പൊഴി മുറിക്കാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാക്കിയതെന്ന് നാട്ടുകാർ. ഒരു 10-50 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ വെള്ളം കയറുന്നത്. ഇന്നലെ പൊഴി മുറിഞ്ഞെങ്കിൽ ഈ വിഷയങ്ങളൊന്നുമില്ല. സിറ്റിക്കകത്തുള്ള എല്ലാ വെള്ളവും ഇതിലല്ലേ വരുന്നത്, എല്ലാം അങ്ങ് പോവും, കടലിൽ പോവും. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട്. വീട് മുറിക്കകം മൊത്തം വെള്ളമാണ്, മൊത്തം എല്ലാ വെള്ളം അകത്ത് കയറിയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് വാഹനം പോവുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ നനയാനുള്ള ഏർപ്പാടായി. അത്ര ഇതായിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ തന്നെ വേളിപ്പൊഴി മുറിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് ജനപ്രതിനിധികൾ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ വെള്ളക്കെട്ട് രൂക്ഷമായ ഇന്ന് രാവിലെയാണ് വേളിപ്പൊഴി മുറിക്കാൻ ആരംഭിച്ചത്. പൊഴി മുറിക്കുന്നതിൽ ജലസേചന വകുപ്പിന് ഗുരുതരമായ അനാസ്ഥയുണ്ടായതായി MLA കടകംപള്ളി സുരേന്ദ്രൻ 24നോട് പറഞ്ഞു. ഇറിഗേഷന്റെ ഉത്തരവാദിത്വമുള്ള ആളുകളുടെ അനാസ്ഥയുണ്ടെന്നുള്ളത് വാസ്തവം. അത്ര അനാസ്ഥയൊന്നും നമുക്ക് വെച്ചുറപ്പിക്കാൻ പറ്റുകയില്ല. അത് തന്നെയാണ് കാര്യം. വേളിപ്പൊഴി മുറിക്കലിൽ കാലതാമസമുണ്ടായതായി കളക്ടർ അനുകുമാരി വ്യക്തമാക്കി. കരാറുകാരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് കളക്ടറും മന്ത്രി വി ശിവൻകുട്ടിയും. ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇന്ന് വൈകുന്നേരത്തിനകം അത് മാറ്റുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടി PWD മന്ത്രി നിർദ്ദേശം നൽകി. അതേ ചെറിയ ഡിലേ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഷോ കോസ് നോട്ടീസ് കൊടുക്കാൻ പോകുകയാണ് ബന്ധപ്പെട്ട കോൺട്രാക്ടറിനെ. ഒടുവിൽ വേളിപ്പൊഴി മുറിച്ചതോടെ നഗരത്തെ മുഖ്യ വെള്ളം അറബിക്കടലിലേക്ക് ഒഴുകി തുടങ്ങി. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.